നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇറാനിൽ ജനറൽ ഖാസിം സുലൈമാനിയുടെ കൊലപാതകത്തെ തുടർന്നുള്ള സംഭവത്തിൽ അമേരിക്കയ്ക്ക് അടിപതറുന്നു. ഏറ്റവും അടുത്ത സഖ്യകക്ഷികളുടെ പോലും പിന്തുണ തേടുന്നതിൽ അമേരിക്ക പരാജയപ്പെടുകയാണ്. സുലൈമാനിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഇസ്രയേലിനെ വലിച്ചിഴക്കേണ്ടെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അഭിപ്രായ പ്രകടനം അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുകയാണ്. സംയമനം പാലിക്കണമെന്നാവശ്യപ്പെട്ട് സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സുൽമാൻ വാഷിംഗ്ടണിലെത്തി. സുലൈമാനിയുടെ കൊലപാതകം സംബന്ധിച്ച തീരുമാനം അമേരിക്കയുടെ മാത്രമാണെന്നും നാറ്റോയുടേത് അല്ലെന്നും സംഘടനയുടെ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് പറഞ്ഞു. അതിനിടെ ഇറാഖിൽ നിന്നും പിൻവാങ്ങുന്നത് സംബന്ധിച്ച് അമേരിക്കൻ ഭരണകൂടത്തിൽ ആശങ്കകൾ നിലനിൽക്കുകയാണ്. പിന്മാറാനുള്ള നടപടികൾ തുടങ്ങിയെന്ന് ഇറാഖിലെ സൈന്യം അറിയിച്ചതിന് തൊട്ടു പിന്നാലെ നിലപാടിനെ തള്ളിപ്പറഞ്ഞ് പ്രതിരോധ വകുപ്പ് രംഗത്തെത്തിയിരിക്കുകയാണ്. സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നിരിക്കെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രസ്താവന അമേരിക്കയ്ക്ക് വലിയൊരു തിരിച്ചടിയാണ്. ഇറാന്റെ കടുത്ത ശത്രുവായിട്ട് പോലും സുലൈമാനിയുടെ കൊലപാതകത്തെ പിന്തുണയ്ക്കാൻ ഇസ്രായേൽ തയ്യാറായില്ല എന്നതാണ് ശ്രദ്ധേയം. മന്ത്രിസഭയുടെ സുരക്ഷാ സമിതിയുടെ യോഗത്തിനു ശേഷമാണ് സുലൈമാനിയുടെ കൊലപാതകത്തിൽ ഇസ്രായേലിനെ വലിച്ചിഴക്കേണ്ടെന്ന് നെതന്യാഹു വ്യക്തമാക്കിയത്. അത് അമേരിക്ക ആസൂത്രണം ചെയ്ത സംഭവമാണ്, ഇസ്രായേലിന്റേത് അല്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പൊതുവിൽ പശ്ചിമേഷ്യയിലെ നീക്കങ്ങൾ ഇസ്രയേലും അമേരിക്കയും സംയുക്തമായാണ് കൈക്കൊള്ളാറുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കയ്ക്കൊപ്പം നിൽക്കാനാകില്ല എന്ന നിലപാടിലാണ് ഇസ്രയേൽ. ഇറാന്റെ മറ്റൊരു എതിരാളി സൗദി അറേബ്യയും സ്ഥിതിഗതികൾ ശാന്തമാക്കണമെന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇക്കാര്യം ആവശ്യപ്പെടാൻ പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ അമേരിക്കയിലെത്തി. അമേരിക്കയ്ക്ക് മറ്റൊരു വലിയ തിരിച്ചടിയായത് നാറ്റോ രാജ്യങ്ങളുടെ നിലപാടാണ്. നാറ്റോയോ ISIS-നെതിരായ കൂട്ടായ്മയോ അല്ല സുലൈമാനിയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചതെന്ന് സംഘടനയുടെ സെക്രട്ടറി ജനറൽ ജെൻസ് സ്റ്റോൾട്ടൻബർഗ് പറഞ്ഞു. എന്നാൽ ഇറാൻ ഭീകരപ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണെന്ന് നാറ്റോ ചൂണ്ടിക്കാട്ടി. സ്ഥിതിഗതികൾ വഷളാവാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും നാറ്റോ ആവശ്യപ്പെട്ടു. അതിനിടെ UN ജനറൽ അസംബ്ലിയിൽ പങ്കെടുക്കാൻ ഇറാൻ വിദേശകാര്യമന്ത്രിക്ക് അമേരിക്ക വിസ നിഷേധിച്ചു. ഫോറിൻ പോളിസി മാഗസിനാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. UN കീഴ്വഴക്കങ്ങൾക്ക് എതിരാണ് ഇത് എന്നാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇതേക്കുറിച്ച് അമേരിക്ക ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഇറാഖിൽ നിന്ന് പിൻവാങ്ങണമെന്ന് US സേനയോടുള്ള പാർലമെന്റിന്റെ നിർദ്ദേശവും അമേരിക്കയിൽ വലിയ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതായി സൂചനയുണ്ട്. ഇറാഖിൽ നിന്നും പിൻവാങ്ങാനുള്ള നടപടികൾ ആരംഭിച്ചതായി സൈന്യം പ്രതിരോധ വകുപ്പിന് കത്തു നൽകി. എന്നാൽ തൊട്ടു പിന്നാലെ അമേരിക്കയുടെ പ്രതിരോധ വകുപ്പ് ഇതിനെ തള്ളിപ്പറഞ്ഞ് രംഗത്തെത്തുകയും ചെയ്തു. അമേരിക്കയുടെ നിലപാടുമായി ചേർന്നു പോകുന്നതല്ല സൈന്യം നൽകിയ കത്തെന്ന് പ്രതിരോധ വകുപ്പ് പറഞ്ഞു. ഇറാഖിൽ നിന്നും പിൻവാങ്ങുന്നത് സംബന്ധിച്ച് ഒരു തീരുമാനവും എടുത്തിട്ടില്ല എന്നും പ്രതിരോധ വകുപ്പ് അറിയിച്ചു. അബദ്ധത്തിലാണ് കത്ത് പുറത്തുവിട്ടതെന്നാണ് ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ മാർക്ക് മില്ലെ പറഞ്ഞത്. ഇറാഖിൽ നിന്ന് അമേരിക്കൻ സൈന്യം പിൻവാങ്ങാൻ തീരുമാനിച്ചാൽ അത് ഇറാഖിന്റെ വലിയ രാഷ്ട്രീയ വിജയമായാണ് വ്യാഖ്യാനിക്കപ്പെടുക. ഇറാൻ പ്രതികരിച്ചാൽ അവിടുത്തെ സാംസ്കാരിക കേന്ദ്രങ്ങൾ തകർക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവനയും അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയായി. വിശ്വസ്ത അനുയായിയായിരുന്ന ബ്രിട്ടൻ ഇതിനെതിരെ രംഗത്ത് വന്നതും അമേരിക്കയെ കുറച്ചൊന്നുമല്ല അമ്പരിപ്പിച്ചത്. സാംസ്കാരിക കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അത് അന്താരാഷ്ട്ര കരാറുകളുടെ ലംഘനമായിരിക്കുമെന്നും അത്തരമൊരു നീക്കത്തെ പിന്തുണക്കുകയില്ല എന്നും ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡൊമിനിക് റാബ് പറഞ്ഞു. സുലൈമാനിയെ കൊലപ്പെടുത്തിയ അമേരിക്കയ്ക്ക് മരണം വിധിക്കണമെന്നാവശ്യപ്പെട്ട് ഇറാനിൽ വൻ പ്രകടനങ്ങൾ തുടരുകയാണ്. പതിനായിരങ്ങളാണ് അമേരിക്കൻ വിരുദ്ധ പ്രകടനത്തിൽ പങ്കെടുത്തത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.